ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ സൺഡേ ഒന്ന് പുറത്ത് പോയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ വന്ന് നമുക്ക് KFC കഴിച്ചാലോ എന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ KFC പോയായിരുന്നു. ആദ്യം പോയത് KFCക്കാണ്. അപ്പോൾ അവിടെ ഈച്ച ശല്യം കാരണം അവർ അത് ക്ലോസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. നമ്മൾ നൈറ്റ് ഒരു 9 മണിക്ക് ശേഷമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ പറഞ്ഞാൽ ചിക്കിങ്, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മൾ അൽബേക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കിങ് ചേട്ടൻ താല്പര്യമില്ല പോലെ അപ്പം തൊട്ടപ്പുറത്ത് തന്നെ അൽബേക്സിക്കാണ് പോയത്. സത്യം പറഞ്ഞാൽ നൈറ്റ് പുറത്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് രാവിലെ പുറത്ത് പോകുന്നേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് പോകാനാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ ഇരിങ്ങാലക്കുടയിലെ അൽബേക്സിക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കപ്പിൾ മാത്രം ഓടി ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ തിരക്കില്ലാത്ത എനിക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ ഉണ്ണിക്കുള്ള കാരണം എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ടൊക്കെ പെരുമാറാൻ ആരും ഇല്ലെങ്കിൽ നല്ലതാണ്. അപ്പോൾ സ്വർണ്ണം ധ്രുവക്കുട്ടീനെ വിളിക്കുന്ന പേരാണ് സ്വർണ്ണം എന്ന്. അപ്പോൾ ധ്രുവക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവിടെ അവരവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരെയൊക്കെ നോക്കിയിട്ട് ഇവൾ ഭയങ്കര സന്തോഷം കാണിക്കുകയാണ്. ഭയങ്കര ഇഷ്ടം, ചേട്ടന്മാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരോട് ക്യൂട്ട്നെസ് കാണിക്കട്ടെ അവരുടെ അടുത്ത്. അപ്പോൾ നമ്മൾ ആ നേരം കൊണ്ട് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മെയിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളതിൽ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരു കോംബോ ആയിട്ടുള്ള ഒരു ഇതാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ 6 പീസ് വരുന്ന ഒരു കോംബോയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആദ്യമായി ഫ്രഞ്ച് ഫ്രൈസ് വന്നു. അപ്പോൾ അവർക്ക് ഞാൻ ധ്രുവക്കുട്ടിക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ധ്രുവക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പോൾ വരുന്ന ടൈം ആകുമ്പോഴേക്കും അവൾ ഉറങ്ങാറോ, അതുകൊണ്ട് ഞാൻ അവൾക്കുള്ള ഫുഡ് അടക്കി കൊണ്ടുപോയി. അപ്പോൾ അവൾക്ക് ഞാൻ ഫുഡ് കൊടുത്ത നേരം കൊണ്ട് ചേട്ടൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫുഡ് ഞാൻ കഴിക്കാറായപ്പോഴേക്കും അവിടെ ഹൈ ചെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ധ്രുവക്കുട്ടീനെ ഹൈ ചെയറിൽ എഴുതി. ധ്രുവക്കുട്ടിക്ക് ഇതിൽ പല സന്തോഷം വേറെ കിട്ടാനില്ല. അപ്പോൾ അതിൽ കിട്ടിയ ടോയ്സൊക്കെ എടുത്ത് വലിച്ചെറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടുത്തെ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു കപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള കളി. അപ്പോൾ ആ സമയത്ത് അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സമാധാനം. പക്ഷേ ഞങ്ങൾ ഏതാണ്ട് ഞങ്ങളുടെ കഴിയാറൊക്കെ ആയപ്പോഴേക്കും അവിടെ കുറേ ആൾക്കാർ വരാൻ തുടങ്ങി, തിരക്ക് കൂടാൻ തുടങ്ങിയതാണ്. ഞാൻ നല്ല ചിക്കൻ കാല് കടിച്ച് പറിക്കുന്ന ഒരു സീനാണത്. അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇരിങ്ങാലക്കുടക്കാർക്കൊക്കെ മിക്കവാറും അറിയുന്ന സ്പോട്ടാണ് കുറേ. അപ്പോൾ ഇരിങ്ങാലക്കുടക്കാർക്കൊക്കെ അറിയുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. കാരണം ഇവിടെ കുറേ ഫുഡ് സ്പോട്ടുകൾ ഒരുമിച്ച് വരുന്നുണ്ട്. അതായത് ചിക്കിങ്, അൽബേക്സ്, അതുപോലെ റിലാക്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ആദ്യം റിലാക്സിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഫ്രൈഡ് ചിക്കൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് 10:30 ആ ടൈമൊക്കെ ആയി കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി, ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ണ് തീരുമാനമൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധ്രുവക്കുട്ടിക്ക് ചെറിയ കോൾഡൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പാണ്. ഇപ്പോൾ ചെറുതായിട്ട് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ആൾ. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. ധ്രുവക്കുട്ടീനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. ഇനിയാണ് പണികൾ. ധ്രുവക്കുട്ടിക്ക് ഉറങ്ങാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അവൾക്ക് പാല് ശരിയാക്കാനുള്ള വെള്ളം, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ അവളുടെ ഷൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഊരി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ചേട്ടൻ്റെ അടുത്ത് അവളെ വന്ന് കളിപ്പിക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈമൊക്കെ ആയപ്പോഴേക്കും അച്ഛനമ്മയും ഉറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ലേറ്റായിട്ടാണ് സാധാരണ ഉറങ്ങാറുള്ളത്. ധ്രുവക്കുട്ടിയും ഉറങ്ങുമ്പോൾ ലേറ്റാവും. അപ്പോൾ ഞാൻ നേരെ ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ. വേഗം കിച്ചണിക്ക് പോയിട്ട് അവൾക്കുള്ള വെള്ളം കുറച്ച് തിളപ്പിച്ച് ഫ്ലാസ്കിലൊക്കെ വയ്ക്കാനുണ്ട്. നമ്മളെപ്പോൾ വേണമെങ്കിലും ഉറങ്ങാൻ വേണ്ടി വാശി പിടിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ മേലെയാണ് കിടക്കുന്നത്. മേലെ എല്ലാം കൊണ്ട് വെക്കണം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എല്ലാവരും ചട്ടപ്പെടുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ബാക്കി വന്ന കൊക്കക്കോള കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചു. പിന്നെ ധ്രുവക്കുട്ടിക്ക് ഫുഡ് കൊണ്ടുപോയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ട് അതൊക്കെ വാഷ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാണ് പരിപാടി. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് അവസാനമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലീനിങ്ങും അവളുടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ എല്ലാം ഫ്ലാസ്കിലൊക്കെ ആക്കിയിട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലേക്ക് എല്ലാം കൊണ്ടിട്ടാണ് ഞാൻ മേലെ പോവുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലെ പോയി. അങ്ങനെ ധ്രുവക്കുട്ടിയോടൊപ്പം കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഉറങ്ങിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം എങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.